ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വീണ്ടും ഒരു കഥയിലേക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ മലയാള സിനിമയിലുള്ള ഒരു സിനിമയെ ബേസ് ചെയ്തിട്ട് ഉള്ള സ്റ്റോറി ലൈനാണ്. പക്ഷേ ഞാൻ കുറച്ച് ഹിസ്റ്റോറിക്കൽ കഥകളും കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്ന എസ് എൻ സ്വാമിയാണ്. കഥ ആസ്പദമായിരിക്കുന്നത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല നമ്മുടെ ചാനലിൽ കൂടെ അത് പറയാനായിട്ട് നല്ലൊരു സ്റ്റോറി ലൈനാണെന്ന്. അപ്പോൾ ഈ സിനിമ ദ ട്രൂത്താണ്. മമ്മൂക്ക ഹീറോയെ അഭിനയിച്ച് ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത് എസ് എൻ സ്വാമി കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്ന സിനിമയാണ് ദ ട്രൂത്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിസ്റ്റർ ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ കൊല്ലപ്പെടുന്ന മിനിസ്റ്ററുടെ അത് അന്വേഷിക്കാനായിട്ട് ഡൽഹിയിൽ നിന്നും കേരള പോലീസ് ആദ്യം അന്വേഷിക്കുന്നു, അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. ഡൽഹിയിൽ നിന്നും ഒരു SIT ടീം, മമ്മൂക്കയുടെ ഭരത് എന്നാണെന്ന് തോന്നുന്നു മമ്മൂക്കയുടെ സിനിമയിലുള്ള ക്യാരക്ടറിൻ്റെ പേര്, പിന്നെ SIT ടീം വരുന്നു, അവരന്വേഷിക്കുന്നു. അപ്പോൾ സിനിമയുടെ ഒരു ഏതാണ്ട് ഹാഫ് പോർഷൻ ആകുമ്പോൾ, ഞാനിത് തിയേറ്ററിലൊന്നും കണ്ട സിനിമയല്ല, സൂര്യ TV-യിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് സിനിമ കണ്ടത്, ഏതാണ്ട് ഹാഫ് പോർഷൻ ആകുന്ന സമയത്ത് മമ്മൂക്കയുടെ ആ ടീം കണ്ടുപിടിക്കുന്നു ദാറ്റ് എല്ലാവരും കരുതുന്ന പോലെ കില്ലർ ഒരു പിന്നെ വിമൺ അല്ല, കില്ലർ ഒരു മാനാണ് എന്നുള്ളത്. പിന്നീട് ആ കുറ്റവാളിയെ കണ്ടെത്തുന്നതും അതുമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമ. അപ്പോൾ അന്ന് ഈ സിനിമ കണ്ട സമയത്ത് ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു ദ ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വർഷങ്ങൾക്ക് ഇപ്പുറം ഞാനും പഴയ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറച്ച് നോട്ട്സും പിന്നെ കഥകളും ബുക്സും ഒക്കെ വായിക്കുന്ന സമയത്ത് ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ എസ് എൻ സ്വാമി ഈ ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നതിൻ്റെ റീസൺ അല്ലെങ്കിൽ റൂട്ട് സ്റ്റോറി ഈ പറഞ്ഞ സംഭവമായിരിക്കും എനിക്ക് തോന്നി. അങ്ങനെ ആ സംഭവത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇത് നടക്കുന്നത് 1963-ലാണ്. 1963 നവംബർ 22 ഈ സംഭവം നടക്കുന്നത്. വളരെ ലോകപ്രശസ്തമായ സംഭവമാണ്. ജോൺ എഫ് കെന്നഡിയാണ് അന്ന് അമേരിക്കയുടെ പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹം 35ാമത്തെ പ്രസിഡൻ്റാണ് എന്നാണ് എൻ്റെ അനുമാനം. 35 34 കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ അമേരിക്കയുടെ പ്രസിഡൻ്റാണ് അന്നത്. അപ്പോൾ അദ്ദേഹം അമേരിക്കയിലുള്ള ടെക്സാസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ട്. അവിടെ അദ്ദേഹം ഒരു ഓപ്പൺ ലിമോസിനാണ് അവർ പറയുന്നത്. ലിമോസിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിന് മൊത്തത്തിൽ ഞെട്ടി വിറപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ജോൺ എഫ് കെന്നഡിയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പല റീസൺസ് ഉണ്ടായിരുന്നു. കാര്യം ഒന്ന്, അമേരിക്കയുടെ ഒരു വേൾഡ് സുപ്രീമസി പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ടൈമായിരുന്നു. കാര്യം കൊറിയൻ യുദ്ധം, 2ാം ലോക മഹായുദ്ധം, അത് കഴിഞ്ഞ് കൊറിയൻ യുദ്ധം, അങ്ങനെ മൾട്ടിപ്ലായിട്ട് വരുന്ന വാറുകളിൽ ലോകത്തിന് എവിടെയും പോയി ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അമേരിക്കൻ മിലിറ്ററി ഷോ ചെയ്യുന്നു. അങ്ങനെ പല കാര്യത്തിലും സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള ഗ്രോത്ത് ഒക്കെയായാലും അമേരിക്ക ഒരു വേൾഡ് സുപ്രീമസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടൈമിലാണ് ഈ 63-ൽ പിന്നെ ജോൺ എഫ് കെന്നഡി വെടിയേറ്റ് മരണപ്പെടുന്നു. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനായ ഒരു പിന്നെ പ്രസിഡൻ്റായിരുന്നു. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഇവൻ്റായിരുന്നു. ഒരിക്കലും ഒരു ഓപ്പൺ സ്ഥലത്ത് വെച്ച് അമേരിക്കൻ പ്രസിഡൻറ്റ് വെടിയേറ്റ് മരിക്കുമെന്ന് ആരും തന്നെയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പക്ഷേ അദ്ദേഹം അല്ല ആദ്യമായിട്ട് വെടിയേറ്റ് മരിക്കപ്പെടുന്ന പ്രസിഡൻറ്റ്. 4ാമത്തെ പ്രസിഡൻ്റാണ് ശരിക്കും വെടിയേറ്റ് മരിക്കപ്പെടുന്നത്. എബ്രഹാം ലിങ്കണിൽ തുടങ്ങി പിന്നീട് വേറെ 2 പ്രസിഡന്റ്മാർ, പിന്നെയാണ് ഈ ജോൺ എഫ് കെന്നഡിയുടെ ഈവൻറ്റ് സംഭവിക്കുന്നത്. പക്ഷേ കഥയുടെ സസ്പെൻസ് പാർട്ട് അതല്ല. ഈ സംഭവം നടന്നു കഴിഞ്ഞ് പിന്നെ US-ലെ എല്ലാ പിന്നെ അന്വേഷണ ഏജൻസീസും ഈ സംഭവത്തിനെ പറ്റി അന്വേഷണം ആരംഭിക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രസിഡൻറ്റിൻ്റെ മരണമാണല്ലോ, അപ്പോൾ സീക്രട്ട് സർവീസ് ഉണ്ട്. അവർ പ്രസിഡൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവർ അന്വേഷണം ആരംഭിക്കുന്നു. CIA ഉണ്ട്, പിന്നെ FBI ഉണ്ട്. അങ്ങനെ പല അന്വേഷണ ഏജൻസീസ് സെയിം ടൈമിൽ ഈ കേസിനെ പെർസീവ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ പെർസീവ് ചെയ്യുമ്പോഴത്തേക്കും അന്ന് നമ്മൾ ഈ വീഡിയോ ടെക്നോളജി ഒന്നും അത്രയ്ക്കും ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു സമയമാണ്. ചെറിയ ക്യാമറകളൊക്കെ വെച്ച് ആൾക്കാർ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അന്ന് ഈ അന്വേഷണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരം വീഡിയോസ് റെഫർ ചെയ്തിട്ട് അല്ലെങ്കിൽ അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോസ് റെഫർ ചെയ്തിട്ടായിരിക്കും അന്ന് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ FBI പിന്നെ ഈ അന്ന് അവിടെ ഉണ്ടായിരുന്ന ചാനൽ സാപ്പ് റൂഡർ എന്ന് പറയുന്ന ആൾക്കാർ, പിന്നെ വേറെ 2 മൈക്ക് ബെൽ എന്നൊക്കെ പറയുന്ന 1-2 പിന്നെ വീഡിയോഗ്രാഫേഴ്സിനെ
അവരുടെ വീഡിയോ എലമെൻറ്റ്സ് വീഡിയോ പിന്നെ കാസറ്റ്സ് വാങ്ങുകയും അതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ FBI-യും CIA ഒക്കെ റിവ്യൂ ആണ്. അങ്ങനെ റിവ്യൂ ചെയ്തപ്പോൾ അവർക്ക് അതിനകത്തൊരു ഒരു വ്യക്തി വളരെ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ഓഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി ഈ ഇമേജുകൾക്കകത്ത്. അപ്പോൾ ഇതൊരു സ്ത്രീയാണ്. പുള്ളിക്കാരി അന്ന് നവംബർ 22 ഈ കൊലപാതകം നടക്കുന്നത്. അപ്പോൾ സാധാരണ ഒരു സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ ചെറിയ രീതിയിലൊക്കെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും US. പക്ഷേ ടെക്സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടുള്ള ഒരു സ്റ്റേറ്റാണ്. അവിടെ അങ്ങനെ നവംബർ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായ തണുപ്പൊന്നും ഉണ്ടാകുന്ന സ്ഥലമല്ല. പക്ഷേ ഈ പുള്ളിക്കാരി സാധാരണ ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഭയങ്കര കട്ടിയുള്ള ഒരു കോട്ടൊക്കെ ഇട്ട് പിന്നെ തലയിലൊരു സ്കാർഫൊക്കെ കെട്ടിയിട്ട് പുള്ളിക്കാരി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഈ സ്കാർഫിൻ്റെ പേരാണ് ബബ്ഷുക്ക എന്ന് പറയും. ബബ്ഷുക്ക എന്നാണ് റഷ്യയിൽ ബബ്ഷുക്ക എന്നാണ് പറയുന്നത്. അവിടുത്തെ ഈ അമ്മമാരെ ബബ്ഷുക്ക ലേഡീസ് എന്ന് പറയും. കാര്യം എന്ന് വെച്ചാൽ ഈ അമ്മമാർ ഈ സ്കാർഫ് കെട്ടി നിൽക്കുന്നുണ്ട് തണുപ്പത്ത്, അവർ ബബ്ഷുക്ക ലേഡീസ് എന്ന് പറയും. അങ്ങനെ ഈ കെട്ടിക്കുന്നതിൻ്റെ പറയുന്ന പേരാണ് ബബ്ഷുക്ക. അങ്ങനെ ഈ കഥാപാത്രത്തെ ഈ വീഡിയോസിലും ഇമേജിലും കാണുന്ന ഈ കഥാപാത്രത്തെ എല്ലാവരും ബബ്ഷുക്ക ലേഡി എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ബബ്ഷുക്ക ലേഡിയുടെ പ്രസൻസ് ഈ എൻ്റെ വീഡിയോയിൽ ഭയങ്കര ഓടാണ്. കാരണം പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ക്ലൈമറ്റിന് ചേരുന്ന ബാക്കിയുള്ളവരുടെ ഡ്രസ്സിനോട് ബാക്കിയുള്ള ഡ്രസ്സിങ് സ്റ്റൈലിനോട് മാച്ച് ചെയ്യുന്ന ഒരു സ്റ്റൈലല്ല. കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ഓർഡിനറി ആയിട്ടുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈല്. ഈ ഡ്രസ്സിങ് സ്റ്റൈലിനൊന്നും ഇതൊന്നും പോരാഞ്ഞിട്ട് ജോൺ എഫ് കെന്നഡിയുടെ വെടികൊണ്ട് കഴിഞ്ഞ ശേഷം എല്ലാ ആൾക്കാരും ഉടനെ തന്നെ ഗ്രൗണ്ടിലോട്ട് വീഴുവാണ്. പക്ഷേ ഈ ബബ്ഷുക്ക ലേഡി മാത്രം വളരെ കൂളായിട്ട് അവരുടെ കയ്യിലൊരു ക്യാമറയുണ്ട്. അവർ ക്യാമറ പിടിച്ചിട്ട് ഈ ജോൺ എഫ് കെന്നഡിയുടെ നേരെ ആ കാറിൻ്റെ നേരെ പിടിച്ചിട്ട് നിൽക്കുവാണ്. അവർക്ക് ഒരു ചാഞ്ചാട്ടവും ഇല്ല. ഈ വെടി നടന്നു, പ്രസിഡൻറ്റ് അറ്റാക്ക് ചെയ്യപ്പെട്ടു. പക്ഷേ പുള്ളിക്കാർ വളരെ കൂളായിട്ട് നിന്നിട്ട് പിന്നെ ഈ ക്യാമറ വെച്ചിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഈ കഥാപാത്രം പെട്ടെന്ന് തന്നെ ഈ കോൺസ്പിറസി തിയറീസിൻ്റെ ഒരു വലിയ സംഭവം, വലിയൊരു ഫാക്ടറായി മാറി. ആരാണ് ഈ ബബ്ഷുക്ക ലേഡി? ഇത്രയും സംഭവം നടന്നിട്ടും അവരുടെ ഡ്രസ്സിങ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ ഓർഡിനറി, അതായത് റഷ്യൻ സ്റ്റൈലിലുള്ള ഡ്രസ്സിങ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ വെടിവയ്പ്പ് കൊണ്ട് പ്രസിഡൻറ്റ് മരിച്ചിട്ട് യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവരവിടെ തന്നെ വീണ്ടും ആ ഈവൻറ്റ് ഷൂട്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ഒരു ടോപ്പിക് ഓഫ് ഡിബേറ്റായി. അങ്ങനെ FBI ഈ വ്യക്തിയുടെ ഇത് കഴിഞ്ഞ് ഈ വീഡിയോയിൽ ഇവർ ഈ സ്ട്രീറ്റ് ക്രോസ് ചെയ്ത് പിന്നീട് നഗരത്തിൻ്റെ അങ്ങോട്ട് നടന്നു പോകുന്ന വീഡിയോസിലുള്ളത് ഇവർ ക്രോസ് ചെയ്ത് നടന്നു പോകുന്നതാണ്. അപ്പോൾ FBI ഇവർക്ക് വേണ്ടി വലിയൊരു മാൻ ഹണ്ട് തന്നെ നടത്തി ഇവരെ കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ FBI-യും CIA-യും എല്ലാവരും അവർ തിരച്ചിൽ നടത്തുകയും പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇവരെ കണ്ടുപിടിക്കാനോ ഇവരെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വീഡിയോ കണ്ടുപിടിക്കാനോ ഒന്നും തന്നെയും സാധിച്ചില്ല. അപ്പോൾ ഇതൊരു വലിയ പിന്നെ ഒരു എൻ്റെ ഈവൻറ്റിനകത്ത് ഈ ബബ്ഷുക്ക ലേഡി എന്ന് പറയുന്നത് വലിയൊരു ഓഡ് ഫാക്ടറായിട്ട് നിൽക്കുകയും ഇവരെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രശ്നം ഇത്രയും ചർച്ചയൊന്നും ഉണ്ടാവില്ലോ. ഇവരെ നമ്മൾ ഇവരെ കണ്ടുപിടിച്ചില്ല. ഇവർ പെട്ടെന്ന് അപ്രത്യക്ഷമായതുപോലെ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അന്ന് തന്നെ ഈ ജോൺ എഫ് കെന്നഡിയുടെ മരണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോലീസ് സ്വാഭാവികമായിട്ടും ഒരു സസ്പെക്റ്റിൻ്റെ പിന്നെ ഡീറ്റെയിൽസ് വയർലെസ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടിപ്പിറ്റ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറുണ്ട്. അപ്പോൾ പോലീസ് ഓഫീസർ കുറച്ച് അപ്പുറത്തായിട്ട് റൗണ്ട്സൊക്കെ നടത്തുവാണ്. അദ്ദേഹത്തിന് വയർലെസ്സിലൂടെ ഈ മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു വ്യക്തി കാണുന്നു. ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസിന് മാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പം ഓസ്വാൾഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം US മറൈനിലായിരുന്നു, US ആർമി. അപ്പോൾ അദ്ദേഹത്തിനെ കാണുകയും ഈ പോലീസ് ഓഫീസർ നിർത്തി ഡീറ്റെയിൽസ് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് ഈ ഓസ്വാൾഡ് എന്തെന്ന് പറഞ്ഞാൽ തോക്കെടുത്ത് ടിപ്പിറ്റിനെ വെടിവെക്കുകയും ടിപ്പിറ്റ് മരണപ്പെടുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓസ്വാൾഡ് പിന്നെ പോലീസ് പിടിയിലാകുന്നു. ഈ പോലീസ് പിടിയിലാകുന്ന ഓസ്വാൾഡിനെ പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് നിന്ന് വെച്ച് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അത് ലൈവായിട്ട് വീഡിയോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. സമയത്ത് ജേക്ക് റൂബി എന്ന് പറഞ്ഞ വേറൊരാൾ ഈ ഓസ്വാൾഡിനെ വെടിവെച്ച് കൊല്ലുന്നു. വെടിവെച്ച് കൊല്ലുന്നു.
അങ്ങനെ ഓസ്വാൾഡ് മരിക്കുന്നു. ജെയ്ക്ക് റൂബി പിന്നീട് കുറ്റക്കാരനാണെന്ന് പറയുകയും അത് ഓവർടേൺ ചെയ്യും. അദ്ദേഹം അവസാനം ജയിലിൽ ക്യാൻസർ ബാധിതനായാണ് ഈ ജെയ്ക്ക് റൂബി മരിക്കുന്നത്. അങ്ങനെ ഭയങ്കര ഒരു സർക്കുലർ ലൂപ്പായിരുന്നു. ഈ 1963 നടന്ന ഈവൻറ്റിൽ 1969 ആയപ്പോൾ 1969 ആയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലെ പ്രധാനപ്പെട്ട 2 ആൾക്കാർ മരിച്ചുപോയി. ഒന്ന് ഈ ഓസ്വാൾഡും പിന്നുള്ളത് ഈ ജെയ്ക്ക് റൂബി അല്ല ജാക്ക് റൂബി. അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ വളരെ ട്വിസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമായിരുന്നു ഈ ജോൺ എഫ് കെന്നഡിയുടെ മരണം. അപ്പോഴും ബബ്ഷുക ലേഡിയെ ആരും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നീട് ഒരു കോൺസ്പിറസി ഒരു ആർഗ്യുമെൻ്റ് വന്നു, ഈ ബബ്ഷുക ലേഡി ഒരു മാനാണ്, അവരുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ശരിക്കും ഒരു ഓൾഡർ വുമൺ ആണെന്ന് തോന്നില്ല, അവർ ശരിക്കും ഒരു മാനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതുതന്നെ ആയിരിക്കാം എസ്.എൻ. സ്വാമിക്ക് ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമയിലിരുന്നു. കാര്യം ഒരു മിനിസ്റ്റർ മരണപ്പെടുന്നു, കൂടെ ഒരു പോലീസുകാരൻ മരണപ്പെടുന്നു. സമാനമായ സംഭവങ്ങളാണ് ജോൺ എഫ് കെന്നഡിയുടെ മർഡറിൽ നടക്കുന്നത്. ജോൺ എഫ് കെന്നഡി കൊല്ലപ്പെടുന്നു, പിന്നീട് ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെടുന്നു. ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും വിമൺ ആണ്, ഒരു ഫിഗർ, വിമൺ എന്ന് വിശ്വസിക്കുന്ന ഒരു ഫിഗർ പിന്നീട് മാൻ ആണെന്ന് പറഞ്ഞൊരു കോൺട്രവേഴ്സി വരുന്നു. പക്ഷെ ഒരിക്കലും കണ്ടുപിടിക്കുന്നില്ല അതാരാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 1970 ബെവർലി ഒളിവർ എന്ന് പറയുന്ന ഒരു ലേഡി, ഒരു ഡാൻസറാണ് പുള്ളിക്കാരി മുന്നിട്ട് വന്നു, ഞാനാണ് ബബ്ഷുക ലേഡി, ഞാനാണ് അവിടെ ഉണ്ടായിരുന്നത്, ഞാനാണത് ഷൂട്ട് ചെയ്തത് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിച്ചു. ആ ഷൂട്ട് ചെയ്ത വീഡിയോ എവിഡൻസ് പിന്നീട് FBI തന്നെ 2 ആൾക്കാർ വരികയും അവർക്ക് കൊടുത്തു, പിന്നീട് ഫോളോ അപ്പ് ചെയ്തില്ല എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കുറച്ച് വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തള്ളിക്കളഞ്ഞു. കാര്യം അവരന്ന് ഉപയോഗിച്ചു എന്ന് പറയുന്ന ക്യാമറ, ഈ ആഷിക്കയുടെ 8mm ക്യാമറ 1969 വരെ ആ കമ്പനി ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അത് ആ കാര്യം അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഒരു കോണ്ടാക്റ്റുള്ളൊരു ഫ്രണ്ട് വഴി അവർക്ക് കിട്ടിയതാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് പൂർണ്ണമായും അവരാണ് ബബ്ഷുക ലേഡി എന്നുള്ളതിനകത്ത് അവർക്ക് തെളിയിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഈ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺട്രവേഴ്സിയിലായ, ലോകത്തിനെ തന്നെ നടുക്കിയ ഒരു മർഡർ സീനിൽ പ്രസൻ്റ് ആയിരുന്ന ഒരു എലമെൻറ്റിനെ കണ്ടുപിടിക്കാൻ ലോകത്തിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഏതാണ്ട് ഇപ്പോൾ 60 വർഷം, ഇതിപ്പോൾ 61ാമത്തെ വർഷമായിരിക്കും, 61 വർഷമായിട്ടും അവർക്ക് സാധിച്ചില്ല. ഈ ജോൺ എഫ് കെന്നഡിയുടെ മരണത്തിനെ സംബന്ധിച്ച് തന്നെ പിന്നീട് ഹിസ്റ്ററി ചാനൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു ആ ഡോക്യുമെൻ്ററിയിൽ. അതും ആ ഡോക്യുമെൻ്ററിയുടെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ സംപ്രേഷണം ചെയ്തു, പിന്നെ അത് കട്ട് ചെയ്യപ്പെട്ടു, പിന്നെ അത് ലേറ്റർ ഓരോ പാർട്സും ആഡ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള പല ഡീറ്റെയിൽഡ് കോൺസ്പിറസീസ് ഉണ്ടാകുകയും പിന്നീട് കോൺട്രവേഴ്സിയലാകുകയും ചെയ്യുന്നൊരു സംഭവമാണ് ജോൺ എഫ് കെന്നഡിയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നെ അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നെ അതിനകത്ത് ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു സിനിമ ദ ട്രൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ ചെയ്യുമ്പോൾ ആ സിനിമ കാണുമ്പോഴൊന്നും ഇങ്ങനൊരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഇന്നും അതിനെ നമ്മളിപ്പോൾ എസ്.എൻ. സ്വാമിയുടെ അടുത്ത് ചോദിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആൻസർ അറിയാൻ പറ്റുള്ളൂ. ദ ട്രൂത്ത് എന്ന സിനിമയുടെ കഥ നിങ്ങൾ എഴുതിയത് ശരിക്കും ഈ ബബ്ഷുക ലേഡി, ജോൺ എഫ് കെന്നഡി മർഡറിനെ വെച്ചിട്ടാണോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഭയങ്കര സസ്പെൻസ് നിറഞ്ഞ ഒരു ക്യാരക്ടറാണ് ഈ ബബ്ഷുക ലേഡി. ഇന്നും തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഫാക്ടേഴ്സ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബബ്ഷുക ലേഡിയെ കൂടാതെ ബാഡ്ജ്മാൻ എന്ന് പറയുന്ന വേറൊരു എലമെൻറ്റും കൂടെ ജോൺ എഫ് കെന്നഡി മർഡർ സീനിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് ഒരു ഫോട്ടോയിലും ക്ലിയർ അല്ല. ഏതൊരു ഫോട്ടോയിൽ ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ ഈ ബാഡ്ജ്മാനിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉള്ളൂ. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ബാഡ്ജ്മാനിനെ കുറിച്ച് അറിയത്തില്ല. പിന്നെ മൾട്ടിപ്പിൾ ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ ബബ്ഷുക ലേഡി ശരിക്കും ഹോൾഡ് ചെയ്തിരുന്ന ക്യാമറ എന്ന് പറയുന്നത് ക്യാമറയല്ല, അതൊരു ഗണ്ണാണെന്ന് പറയുന്നു. പിന്നെ ആദ്യം ഈ ഷൂട്ട് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ തന്നെ ജോൺ എഫ് കെന്നഡിയുടെ വലതു ഭാഗത്ത് നിൽക്കുന്ന ബബ്ഷുക ലേഡി പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഇടത് ഭാഗത്താണ് അവർ ഒരു പക്ഷേ മോട്ടർക്കേഡ് ക്രോസ് ചെയ്ത് വന്നതായിരിക്കാം എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പോസിബിൾ സിനാരിയോസ് പലതാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്? മൾട്ടിപ്പിൾ ഷൂട്ടേഴ്സ് ഉണ്ടായിരുന്നോ? എന്താണ് അതിൻ്റെ ഒരു റിയൽ സ്റ്റോറി എന്നുള്ളത് ഇന്നും ഭയങ്കര എന്താ പറയുക, ഒരു സസ്പെൻസ് എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നീട് ഒരുപാട് അന്വേഷണ കമ്മീഷൻസ് വരികയും അവർ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബബ്ഷുക ലേഡി ഇന്നും ഒരു എന്താ പറയുക, ഒരു മിസ്റ്റീരിയസ് ഫിഗറായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് തോന്നി. അപ്പോൾ തീർച്ചയായിട്ടും ബബ്ഷുക ലേഡിയെക്കുറിച്ച് വായിച്ചിട്ടുള്ളവരും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുള്ളവരും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.